കൃപാലുവായ ദൈവം ഒരുക്കിയ ദൈവത്തിന്റെ വിലയേറിയ കൃപകളെ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സന്തോഷത്തോടെ ആയിരിക്കുന്ന കരങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരും മൗനമായിരിക്കരുത്. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ അസാധാരണമായ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ശക്തി ഞാൻ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് ഈ പ്രദേശത്തെ കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവം നമുക്ക് നൽകിയ ശബ്ദം, ദൈവം നമുക്ക് നൽകിയ ആരോഗ്യം ഇന്ന് രാത്രികാലം ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. എല്ലാവരും കണ്ണുകളെ അടച്ചൊരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരും മൗനമായിരിക്കരുത്. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവം നമ്മളെ ദേശത്ത് കൊണ്ടുവന്നത് ഈ ദേശത്തിന്റെ വിടുതലിന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാനാണ്. ദൈവത്തിന്റെ അസാധാരണമായ ദൈവ സാന്നിധ്യത്തിന്റെ ശക്തി ഈ ദേശത്തിൽ വ്യാപരിക്കുന്നതായിട്ട് ദൈവത്തിന്റെ ആത്മാവ് കാണുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വായുകളെ തുറന്ന് ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിച്ചായിട്ട് ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദേശത്തിൽ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. ദേശത്തിന് ചില ശാപത്തിന്റെ മണ്ഡലങ്ങളെ ആത്മാവ് ഇന്ന് രാത്രികാലം തകർത്ത് ഒരു അനുഗ്രഹം ഈ ദേശത്തിലേക്ക് പരിശുദ്ധാത്മാവ് കൈമാറുകയാണ്. ഹല്ലേലൂയ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാ. ഇവിടെ ഇരിക്കുന്ന ചില തലമുറകള് പരിശുദ്ധാത്മാവ് കാണുകയാ. അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചില സ്പോൺസർമാരെ ദൈവാത്മാവ് ഇവിടെ കൊണ്ടുവരാ. പരിശുദ്ധാത്മാവ് ചിലർ ഈ ദേശത്തെ സന്ദർശിക്കുമെന്ന് ആത്മാവ് എന്നോട് ദൂത് പറയുന്നു. ചില ഉന്നതന്മാരെ ദൈവാത്മാവ് ഈ ദേശത്തിലേക്ക് കൊണ്ടുവരാ. ചില കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചില സ്പോൺസർഷിപ്പ് ദൈവത്തിന്റെ ആത്മാവ് ഒരുക്കുമെന്ന് കുടുംബങ്ങൾക്കകത്ത് സമാധാനം വ്യാപരിക്കുകയാ. കുടുംബങ്ങൾക്കകത്ത് സമാധാനം വ്യാപരിക്കുകയാ. കുടുംബത്തിനകത്ത് സ്വസ്ഥത നടക്കുകയാ. ചില യുദ്ധങ്ങൾ നടത്താൻ ചെയ്യപ്പെടുകയാ. ഒരു വ്യത്യാസം കാണാം. ദൈവ പ്രവൃത്തി ദേശത്തിൽ വെളിപ്പെടട്ടെ. യഹോവയുടെ ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ ദേശത്തിന്റെ ജനത്തിന്റെ സ്ഥിതി മാറട്ടെ. വചനം പറയുന്നു, സിയോനിൽ ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറുമ്പോ യാക്കോബ് സന്തോഷിക്കുക, ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യുക. യാക്കോബ് സന്തോഷിക്കാൻ പോകുക, ഇസ്രായേൽ ആനന്ദിക്കാൻ പോകുക. ദൈവജനം ആർപ്പിടാൻ പോകുക. ഈ ദേശത്തിലെ ദൈവജനം ആർപ്പിടാൻ പോകുക. ശാപത്തിന്റെ മണ്ഡലങ്ങൾ പൊട്ടി ഒരു ആർപ്പിന്റെ ഹോസ്. എളിയവരെ പൊടിയിൽ നിന്ന്, ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ഒരു ദൈവ. എളിയവരെ പൊടിയിൽ നിന്ന്, ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ഒരു ദൈവ. ഒരു മാന്യത ഈ ദേശത്തിലെ പല തലമുറകൾക്ക് ഹോളി സ്പിരിറ്റ് കൊടുക്കാൻ പോകുക. ചില കുഞ്ഞുങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസ ദൈവത്തിന്റെ ആത്മാവ് ഒരുക്കാൻ പോകുക. ഭാവിയിൽ ഈ ദേശത്തിന്റെ പേര് പറഞ്ഞ തലമുറകൾ അറിയപ്പെടുന്ന നിലവാരത്ത് ദൈവത്തിന്റെ മാന്യത ചില കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെടുന്നു എന്ന് ആത്മാവിന്റെ രാത്രികാല ദൂത് പറയുന്നു. ഭൂമി അതിന്റെ പൂർണ്ണതയോ, ഭൂതൽ അതിന്റെ നിവാസികളെ യഹോവയ്ക്കുള്ളത്. ഭൂമി അതിന്റെ പൂർണ്ണതയോ, ഭൂതൽ അതിന്റെ നിവാസികളെ യഹോവയ്ക്കുള്ളത്. ഈ താവയ്ക്ക നിവാസികളെ യഹോവയ്ക്കുള്ളത്. ഇവിടത്തെ മക്കൾ ദൈവത്തിനുള്ളത്. ഇവിടത്തെ മക്കൾ ദൈവത്തിനുള്ളത്. യഹോവയാൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങനെ ദാസ്യങ്ങളെ പിതാവിന്റെയ പുത്രനായ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ ഞങ്ങൾ ഒരുമിച്ച് ഈ ദേശത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ചിലരുടെ വായിൽ നാർപ്പ്, ചിലരുടെ വായിൽ നാർപ്പിന്റെ ധ്വനികൾ മുഴങ്ങാൻ പോകുകയാ. ചിലരുടെ വായിൽ നാർപ്പിന്റെ ധ്വനികൾ മുഴങ്ങാൻ പോകുകയാ. ചിലരുടെ അകരങ്ങളിൽ നാർപ്പിന്റെ ധ്വനികൾ മുഴങ്ങാൻ പോകുകയാ. ഒരുപാട് വിതച്ചു. വേണ്ട നിലവാരത്തെ കിളിർത്തു വരുവാൻ കഴിയാത്തതായ ചില വിത്തുകൾ ഈ മണ്ണിനടിയിൽ ഉണ്ടെന്ന് ആത്മാവ് ദൂത് പറയുന്നു. ഒത്തിരി വിതച്ചിട്ട് കിളിർത്തു വരുവാൻ കഴിയാത്ത ചില വിത്തുകളെ ആത്മാവിന്റെ രാത്രികാല മണ്ണിനെ ഇളക്കുകയാ. ചില വിത്തുകൾ വചനമാകുന്ന വിത്തുകൾ
മനുഷ്യർ കണ്ണിന് കാണുന്ന നോക്കുന്നു, യഹോവയോ ഹൃദയങ്ങളെ നോക്കുന്നു. ഒരു മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നത് പോലെയല്ല ദൈവം തിരഞ്ഞെടുക്കുന്നത്. ഒരു മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നത് പോലെയല്ല ദൈവം തിരഞ്ഞെടുക്കുന്നത്. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ്, ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ്. ദൈവാത്മ തിരഞ്ഞെടുക്കുക, പട്ടണത്തെ ദൈവാത്മ തിരഞ്ഞെടുക്കുകയാ. ഓ, ഈ പ്രദേശത്തെ പരിശുദ്ധാത്മാവ് തിരഞ്ഞെടുക്കുകയാ. ഹല്ലേലൂയ, 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 യേശുവേ ഹല്ലേലൂയ. സമ്പൂർണമായ ഹൃദയങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒന്ന് സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ, യേശുവേ വചനമാകുന്ന വിത്ത് കർത്താവേ എൻ്റെ ഹൃദയത്തിൽ ആഴമേറിയ രീതിയിൽ പതിഞ്ഞ് അത് 30, 60, 100 മേനി വിളയത്തക്കവണ്ണം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാല വചനമാകുന്ന വിത്ത് എൻ്റെ ഹൃദയത്തിൽ വീഴേണ്ടതിന് ഞാൻ എൻ്റെ ഹൃദയമാകുന്ന നിലങ്ങളെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഒരുക്കി തരുന്ന നാഥാ. ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ആ കർത്താവിൻ്റെ സ്നേഹം എത്ര വർണ്ണിച്ചാലും മതിവരികയില്ല. ആ കർത്താവിനെ പോലെ നമ്മെ സ്നേഹിപ്പാൻ ഈ ലോകത്തിൽ മറ്റാർക്കും കഴിയുകയില്ല. ഹല്ലേലൂയ. ആ ക്രൂശിക്കപ്പെട്ട യേശുവിനെ അത്ര ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളുടെ മുൻപിൽ ഹല്ലേലൂയ പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ആ ദൈവത്തെ പോലെ ഒരു ദൈവമില്ല, മറ്റൊരുത്തരിലും രക്ഷയില്ല. ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഈ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമ, അതെന്റെ നസ്രയനായ യേശുവിന്റെ നാമമത്രേ. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, ദൈവം നൽകിയ നല്ല നിമിഷത്തിനായി സ്തോത്രം. തുടർന്ന് ദൈവവചന കേൾവിക്കായി കർത്താവേ ഞങ്ങളുടെ മക്കൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നല്ലോ. ആ തരങ്ങളോടുകൂടി ദൈവം ഇരിക്കണമേ. മാനുഷിക ശബ്ദം ഞങ്ങൾക്ക് വേണ്ട, ആത്മാവ് സംസാരിക്കും. ദൈവ പ്രവൃത്തി വെളിപ്പെടുവാൻ ദൈവ സഹായിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. സന്തോഷത്തോടെ ആയിരിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും നന്നായി അറിയാമെന്നുള്ളൊരു കാര്യമാണ്, യേശു ക്രിസ്തു ലോക ചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടായി തിരിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ഒരു ചരിത്ര പുരുഷനായ യേശു ക്രിസ്തു കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി. യേശു ലോകത്തിൽ വന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. നമുക്കറിയാം, ഒരുവൻ വരിക എന്ന് പറയുമ്പോൾ ആ വ്യക്തി നേരത്തെ എവിടെയോ ആയിരുന്നു, എന്നാൽ ആ സ്ഥലത്തേക്ക് വന്നു. ഞങ്ങൾ ഇന്ന് വൈകുന്നേരം ഇവിടേക്ക് ദൈവസഭയായി വന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ താമസിച്ചൊരു സ്ഥലമുണ്ട്, അവിടെ നിന്ന് ഈ ദേശത്തിലേക്ക് ഞങ്ങൾ വന്നു. വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത് യേശു ഈ ഭൂമിയിലേക്ക് വന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്. നമുക്കറിയാം, നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ജനന ദിവസത്തെ നമ്മൾ എഴുതാറുണ്ട്. എന്നാൽ യേശു ക്രിസ്തു വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ യേശു ലോകത്തിലേക്ക് വന്നത് വിശ്വാസയോഗ്യമോ എല്ലാവർക്കും അംഗീകരിപ്പാൻ തക്ക വചനവുമെന്ന് ദൈവ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ അവർ ഈ ലോകത്തിലേക്ക് വന്നു എന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുമ്പോൾ മുമ്പ് കർത്താവ് എവിടെയോ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 1:1 പറയുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അങ്ങനെയെങ്കിൽ ആദിയിൽ ഒരു ദൈവം ഉണ്ടായിരുന്നു. നമുക്കറിയാമല്ലോ, ഒരു മനുഷ്യനെ നിലത്തുനിന്ന് പൊടിയെടുത്ത് ഒരു മനുഷ്യരൂപം ഉണ്ടാക്കി അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഒരു മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ ദേഹം, ദേഹി, ആത്മാവ് എന്ന 3 ഘടകത്തോട് കൂടിയാണ് ഒരു മനുഷ്യനെ ദൈവം ലോകത്തിൽ സൃഷ്ടിച്ച് ആക്കുവാനിടയായത്. അതുപോലെ തന്നെ ദൈവത്തിൽ അടങ്ങിയിരിക്കുന്ന 3 ഘടകങ്ങളാണ് പിതാവാം ദൈവം, പുത്രനായ ക്രിസ്തു, പരിശുദ്ധാത്മാവാം ദൈവമെന്ന് നമുക്ക് കാണുവാനായി കഴിയുന്നു. പിതാവാം ദൈവം ദൈവത്തിൽ മറഞ്ഞിരുന്ന ഒരു ലോഗോസ് ആണ് യേശു എന്ന് നമുക്ക് കാണുവാനായി കഴിയുന്നു. ആ പിതാവാം ദൈവം, പുത്രനായ ക്രിസ്തു, പരിശുദ്ധാത്മാവാം ദൈവമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. പിതാവാം ദൈവം ആദ്യം നമ്മൾ നോക്കുമ്പോൾ ഓരോ ദിവസം തന്റെ സൃഷ്ടിപ്പ് നടത്തിയതിനു ശേഷം
6-ാം ദിവസവും ദൈവം മനുഷ്യനെ ഉണ്ടാക്കി തന്റെ സൃഷ്ടിപ്പ് പൂർത്തീകരിച്ചിട്ട് 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു എന്ന് നമുക്ക് കാണുവാനായി കഴിയുന്നു. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കിയിട്ട് ആ തോട്ടം കാപ്പാനും ദൈവത്തെ ആരാധിക്കുവാനും ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചാക്കി. എന്നിട്ട് ദൈവം പറഞ്ഞു, ഈ തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾക്ക് തിന്നാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ച് തിരിച്ചറിവില്ല വൃക്ഷത്തിന്റെ ഫലം മാത്രം നിങ്ങൾ തിന്നരുതെന്ന് പറഞ്ഞു. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോ എല്ലാ ദിവസവും വെയിലാറുമ്പോ പിതാവാം ദൈവവും ആദാമും ഹവ്വയും കൂടെ ഒരുമിച്ച് വൈകുന്നേരത്ത് അവർ ഒരുമിച്ച് നടക്കുക പതിവായിരുന്നു. ഒത്തിരി സന്തോഷത്തോടു കൂടി പിതാവാം ദൈവവും ആദാമും ഹവ്വയും നടന്നുകൊണ്ടിരിക്കുമ്പോ ആദ്യം നമുക്കറിയാമല്ലോ, തള്ളപ്പെട്ട ലൂസിഫറിന് വല്ലാത്തൊരു അസൂയ തോന്നി. എനിക്ക് നഷ്ടപ്പെട്ടതായ ഈ സ്വർഗീയ പരദീസയിൽ ഈ മനുഷ്യൻ ഇങ്ങനെ പോയ ഈ ദൈവവും മനുഷ്യനുമായി വളരെയധികം സ്നേഹബന്ധമുണ്ടായിട്ട് എനിക്ക് നഷ്ടപ്പെട്ടു പോയ സ്ഥാനത്ത് ഒരുപക്ഷെ ഈ മനുഷ്യനെ ദൈവം ആക്കി വെച്ചാലോ എന്ന് കരുതി അവൻ തന്ത്രരൂപേണ ഏദൻ തോട്ടത്തിന്റെ അകത്ത് പാമ്പിന്റെ രൂപത്തിൽ കടന്നിട്ട് നമുക്കറിയാം ആ ഹവ്വയുടെ അടുക്കലേക്ക് പോയിട്ട് ആ ഫലം പറിച്ച് ഭക്ഷിപ്പാൻ വേണ്ടി അവളെ പ്രേരിപ്പിക്കുവാനിടയായി. എന്നാൽ ഒരൊറ്റ നിമിഷത്തിൽ ഹവ്വ ദൈവം പറഞ്ഞ കൽപ്പനകളെ മറന്നു പാമ്പിന്റെ വാക്ക് വിശ്വസിപ്പാൻ തക്കവണ്ണം ഇടയായി. ഇന്നും അതേ അനുഭവത്തിൽ പിശാച് ലോകത്തിൽ മനുഷ്യരിൽ കടന്നിട്ട് ചില വശീകരണ വാക്കുകൾ പറഞ്ഞ് മനുഷ്യനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുക എന്നത് പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രമെന്ന് നമ്മൾ തിരിച്ചറിയണം. അന്ന് തുടങ്ങിയതായ തന്ത്രം ഇന്നും ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഏദൻ തോട്ടത്തിൽ വെച്ച് പാമ്പിന്റെ വാക്ക് കേട്ട് ഹവ്വ ഫലം ഭക്ഷിച്ചു. തന്റെ ഭർത്താവ് അപ്പോൾ വരുവാനിടയായി അദ്ദേഹത്തിന് കൊടുത്തു. അവർ ഇരുവരും അത് ഭക്ഷിച്ചു. ഉടനെ തന്നെ ദൈവം അവർക്ക് നൽകിയ തേജസ്സാകുന്ന വസ്ത്രം നഷ്ടമായി എന്ന് മനസ്സിലായപ്പോ ഇരുവരുടെ കണ്ണ് തുറന്ന് അവരെ നഗ്നരെന്ന് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ഹല്ലേലൂയ ദൈവം ഇനി വരുമല്ലോ എന്ന് ഭയപ്പെട്ട് വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഒളിച്ചു നിന്നതായ ആദാമിനെ ഹവ്വയെ കാണുവാൻ ദൈവത്തിനെല്ലാം അറിയാം. പക്ഷേ എങ്കിലും അവിടെ വന്നിട്ട് ദൈവം ഇങ്ങനെ വിളിച്ചു, മനുഷ്യ നീ എവിടെ എന്ന് ചോദിച്ചോ. ഉടനെ തന്നെ ഭയപ്പെട്ടിരുന്നതായ ആദാം ഹവ്വയും ദൈവത്തിന്റെ മുൻപാകെ ചെന്ന് നിൽക്കുവാൻ തക്കവണ്ണം ഇടയായി. അത്തിയില കൂട്ടി തിന്ന് ഒരു വസ്ത്രം ധരിപ്പിച്ചു കൊടുത്തിട്ട് ശാപം മനുഷ്യന് കൊടുത്തു. ദൈവം ഭൂമിയിലെ ആ ഏദൻ തോട്ടത്തിൽ നിന്ന് മനുഷ്യനെ പുറത്താക്കി എന്ന വിശുദ്ധ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു. അങ്ങനെ ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ഈ ലോകത്തിലേക്ക് കടന്നു എന്ന വിശുദ്ധ തിരുവെഴുത്ത് നമ്മൾ വായിക്കുമ്പോൾ കാണുവാനായി കഴിയുന്നു. ആദാമിനാൽ പാപം ലോകത്തിലേക്ക് മനുഷ്യവർഗത്തിലേക്ക് കടന്നു വന്നു. ആദാമിന് ജനിച്ചതായ കയ്യിൽ ഹാബേൽ എന്ന ആ സന്തതികളിലോ അവരുടെ ജീവിതത്തിൽ കയ്യിന്റെ ഹൃദയത്തെ പിശാച് കയറിയിട്ട് അവിടെ ഈ പാപത്തിൻ്റെതായ അവിടെ നമുക്കറിയാം അസൂയ ഉണ്ടായതിനു ശേഷം തന്റെ സ്വന്തം സഹോദരനെ കൊലപ്പെടുത്തിയ ഒരു കയ്യിനെ നമുക്ക് കാണുവാനായി കഴിയുന്നു. അങ്ങനെ വീണ്ടും പാപം മനുഷ്യനിൽ നടമാടിക്കൊണ്ടിരുന്നപ്പോ പിതാവാം ദൈവത്തിന് വല്ലാത്ത വേദന തോന്നി. ഞാൻ ഈ ഭൂമിയിൽ എന്നെ ആരാധിപ്പാ ഈ തോട്ടം കാപ്പാൻ വേണ്ടി ഞാൻ സൃഷ്ടിച്ച ഈ മനുഷ്യൻ എന്തിനിങ്ങനെ പാപം ചെയ്യുന്നു? എന്നിട്ട് ദൈവം ചിന്തിച്ച് എങ്ങനെയെങ്കിലും എനിക്ക് ഈ മനുഷ്യനെ രക്ഷിക്കണമെന്ന് കരുതി നമുക്കറിയാം തന്റെ ഓമന പുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയക്കുവാൻ തക്കവണ്ണം ഇടയായി. അതാണ് ഞാൻ പറഞ്ഞത്, അവനെ ഭൂമിയിലേക്ക് അയച്ചു. കർത്താവ് ഭൂമിയിലേക്ക് വന്നു. അപ്പോൾ ഈ കർത്താവ് എവിടെയായിരുന്നു? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ വചനം കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. വചനം ജഡമായി തീർന്നു. അപ്പോൾ ഈ ക്രിസ്തുവിൽ പിതാവാം ദൈവത്തിൽ മറഞ്ഞിരുന്ന ലോഗോസ് വചനം ഒരു ജഡമായി ഒരു മനുഷ്യ അവതാരമായി ഈ ഭൂമിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി. യേശു ലോകത്തിലേക്ക് വന്നത് ഒരിക്കലും ഒരു പുരുഷന്റെ ഇഷ്ടത്താലല്ല. നമുക്ക് എല്ലാവർക്കും ആ സംഭവം അറിയാമല്ലോ. ഞാൻ പറയട്ടെ, യോസഫ് എന്ന പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു മറിയ. ഈ സ്ത്രീയെ വിവാഹം നിശ്ചയിച്ചിരുന്ന സമയത്ത് തന്നെ പരിശുദ്ധാത്മാവിനാൽ മറിയ ഗർഭിണിയാകുവാൻ തക്കവണ്ണം ഇടയായി. എന്നാൽ ഈ വാർത്തയറിഞ്ഞ യോസഫ് തന്റെ ഈ മറിയയെ എങ്ങനെ ഇനി ഞാൻ ചേർത്തുകൊള്ളോ, എനിക്ക് ലോകത്തിൽ മനുഷ്യരുടെ മുഖത്ത് നോക്കി നടക്കുവാൻ കഴിയുകയില്ലല്ലോ എന്ന് ഓർത്തിട്ട് താൻ നീതിമാനാകൊണ്ട് ലോകാപവാദം വരുത്തുവാൻ ഭയപ്പെട്ടിട്ട് അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ രഹസ്യമായി ആരോടും പറയാതെ
അവളെ ഉപേക്ഷിക്കണമെന്ന് ഈ യോസഫ് ആഗ്രഹിച്ചു എന്ന് നമുക്ക് കാണാനായി കഴിയുന്നു. എന്നാൽ അങ്ങനെ താൻ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ ദൈവത്തിന്റെ ദൂതൻ യോസഫിന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നീ ഈ ഭാര്യയായ അല്ലെങ്കിൽ നിന്റെ മറിയയെ ചേർത്തുകൊള്ളുവാൻ നീ ശങ്കിക്കേണ്ട. അവളിൽ ഉത്പാദിതമായിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ഒരു പ്രജയായാണ്. അവൻ അനേകരുടെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടേണ. അങ്ങനെ ദൈവത്തിന്റെ വാക്ക് കേട്ട യോസഫ് ദൈവത്തിന്റെ ശബ്ദത്തിന് കീഴ്പ്പെട്ടിട്ട് മറിയയെ ചേർത്തുകൊള്ളുവാൻ ആഗ്രഹിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ യേശുവിന്റെ ജനനത്തെ കുറിച്ച് പറയുന്ന 2 സുവിശേഷങ്ങളെ വിശുദ്ധ വേദപുസ്തകം നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ, മത്തായും ലൂക്കോസ്. എന്നാൽ മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 സുവിശേഷങ്ങളിൽ യേശുവിന്റെ മരണത്തെ സവിസ്തരം സ്ഥാപിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായി കഴിയുന്നു. അത് ലൂക്കോസ് നമ്മൾ വായിക്കുമ്പോൾ അവിടെ മറിയയോ വളരെയധികം ഭാരത്തോട് ഇരിക്കുമ്പോൾ മറിയയോട് ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാ, നിന്റെ ഉദരത്തിൽ ഉരുവായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്, അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട കാര്യമില്ലെന്ന് പറയുമ്പോൾ മറിയ പറഞ്ഞു, ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയെ ഏൽപ്പിച്ചു കൊടുത്ത ഒരു മറിയെ നമുക്ക് കാണാനായി കഴിയുന്നു. അങ്ങനെ ദൈവത്തിന്റെ വ്യക്തമായ യോഗപ്രകാരം യോസഫ് തന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊണ്ടു അവർ ഇരുവരും ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ അവൾക്ക് പ്രസവ വേദന വന്നിട്ട് വഴിയരികിൽ അവൾ പ്രസവിച്ച് വഴി അമ്പലത്തെ സ്ഥലമില്ലാത്തത് കൊണ്ട് ആ കുഞ്ഞിനെ പശുത്തൊട്ടിയിൽ കിടത്തിയതായിട്ട് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ ലോകത്തിന്റെ രക്ഷിതാവായ യേശു ഭൂമിയിലേക്ക് അവതരിപ്പാൻ തക്കവണ്ണമിടെ. ഹല്ലേലൂയ. അങ്ങനെയാണ് പിതാവിൽ മറഞ്ഞിരുന്ന ലോഗോസ് ജഡമായി ഭൂമിയിൽ വെളിപ്പെട്ട. എന്തിന്? എന്റെയും നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി അത്രേ യേശു ഭൂമിയിലേക്ക് വന്നത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായി കഴിയുന്നു, തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ യേശു അനുസരണമുള്ളവനായി തീർന്നു എന്ന് കാണുവാനായി കഴിയുന്നു. അതിന്റെ മുകളിൽ നമ്മൾ വായിക്കുമ്പോൾ തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി തന്നെത്താൻ ഒഴിക്കുക എന്ന് പറഞ്ഞ ഒരു ദൈവത്വം ഉണ്ടായിരുന്ന, താൻ ഒരു ദൈവമാണെന്ന് വ്യക്തമായി അറിഞ്ഞിട്ട് മാനവരാശിയെ രക്ഷിക്കാൻ വേണ്ടി തന്റെ ഉള്ളിലുള്ള ദൈവത്വത്തെ പൂർണ്ണമായി ഒഴിച്ചു വച്ചിട്ട് ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനെ പോലെ ഇറങ്ങി വന്ന, നമ്മളിൽ ഒരുവനെ പോലെ ഈ ഭൂമിയിൽ യാത്ര ചെയ്ത, മനുഷ്യർക്ക് വേണ്ടി സഞ്ചരിച്ച, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യ പ്രവർത്തികള് ലോകത്തിൽ ചെയ്യുവാൻ മനസ്സ് വെച്ച ആ കർത്താവിനെ നമുക്ക് കാണുവാനായി കഴിയോ? പ്രിയ ദൈവ മക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ യേശു എവിടെയൊക്കെ പോയോ അവിടെ എല്ലാ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. യേശു എവിടെയൊക്കെ പോയോ അവിടെ എല്ലാം അടയാളങ്ങൾ നടന്നിട്ടുണ്ട് നമുക്ക് കാണുവാനായി കഴിയുന്നു. 33 തിരുവയസ്സ് വരെ ഈ ലോകത്തിൽ യേശു ജീവിപ്പാൻ തക്കവണ്ണം ഇടയായെന്ന വിശുദ്ധ തിരുവെഴുത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നു. 30 വർഷം കർത്താവ് ശുശ്രൂഷകൾ ഒന്നും ചെയ്യാതെ വണ്ണ കർത്താവായിരുന്നു. 3.5 വർഷമാണ് യേശു പരസ്യ ശുശ്രൂഷ ചെയ്യുവാനിടയായത്. ആ ചെയ്ത് 3.5 വർഷം താൻ ചെയ്ത അത്ഭുത പ്രവർത്തികൾ ഒരിക്കലും ഒരു ദൈവ പൈതലിന് മറക്കുവാൻ കഴിയാത്ത നിലവാരത്തില് ഹല്ലേലൂയ ഇന്ന് വിശുദ്ധ തിരുവെഴുത്ത് അതൊരു സത്യമായി വിളിച്ചു പറയുമ്പോ നമ്മുടെ ജീവിതങ്ങൾ നമ്മളത് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ പറയട്ടെ, ഈ സത്യവേദ പുസ്തകത്തെ പലപ്പോഴും കത്തിച്ച് കളഞ്ഞവരുണ്ട്, പലപ്പോഴും ഈ മാർഗത്തെ തകർത്തവരുണ്ട്. പക്ഷേ എത്ര തകർക്കുവാൻ നോക്കിയാൽ ഇനിയോ ഇതിന്റെ ചൈത്രയാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കും. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ ഉത്തരേന്ത്യ പ്രദേശങ്ങളില് അനേക ക്രിസ്ത്യൻ മിഷണറിമാരെ കൊന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. മഹാപീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പക്ഷേ സുവിശേഷ വിരോധികൾ വിശ്വസിക്കുന്നത് ഇങ്ങനെയായിരിക്കാം, ഹല്ലേലൂയ, ഞങ്ങൾ ഇങ്ങനെ ചെയ്ത ക്രിസ്തു മാർഗം അവസാനിക്കുമെന്ന് ഒരിക്കലുമില്ല. ഹല്ലേലൂയ. ഒരു സ്തെഫാനോസ് തകർക്കപ്പെട്ട അടുത്തൊരു പൗലോസിനെ ദൈവം എഴുന്നേൽപ്പിക്കുക. ഹല്ലേലൂയ. അടുത്തൊരു തീമോഥെയോസിനെ ദൈവം എഴുന്നേൽപ്പിക്കുക. അടുത്തൊരു ബർന്നബാസിനെ ദൈവം എഴുന്നേൽപ്പിക്കുക. ഈ സുവിശേഷത്തിന്റെ ചൈത്രയാത്ര കർത്താവ് ചെയ്യേണ്ടത് ദൈവം ഈ ഭൂമിയെ അനേക ദൈവ മക്കളെ അവിടെ എഴുന്നേൽപ്പിച്ച് ചെയ്യുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. സുവിശേഷത്തിന് അതിൻ്റെതായ ഒരു മഹത്വം ഉണ്ട് ദൈവമക്കളെ. ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടുന്നത് ആ സുവിശേഷത്തെ അത്രേ. നമുക്കറിയാം ഇന്ന്
ലോകത്തിൽ പലതരത്തിലുള്ള മാധ്യമങ്ങളുടെ ന്യൂസുകൾ നമ്മൾ കേൾക്കാറുണ്ട്. നമുക്കറിയാം, പത്രമാധ്യമങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ കണ്ണുനീരോടുകൂടി മാത്രമേ നമുക്കിന്നത് വായിക്കുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. അനേക പ്രായഭേദ വ്യത്യാസമെന്ന് അനേക മക്കൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ കൊലപാതകങ്ങൾ, അക്രമങ്ങൾ, പിടിച്ചുപറിയുക, പലതരത്തിലുള്ള ബലാത്സംഗങ്ങൾ, നമ്മുടെ ഹൃദയങ്ങളെ തകർക്കുന്ന നിലവാരത്തിലുള്ള പല വാർത്തകൾ ഇന്ന് പല മാധ്യമങ്ങളിലും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവമക്കളെ, ഹല്ലേലൂയ, നമുക്കറിയാം, നമ്മൾ മൊബൈൽ നോക്കുമ്പോൾ, ന്യൂസ് കേൾക്കുമ്പോൾ ഇതുപോലുള്ള വാർത്തകൾ നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിക്കുമ്പോൾ, എന്നാൽ ഇതാ വരുന്ന ഒരു ഗുഡ് ന്യൂസ്, ഒരു സദ്വർത്തമാന, ഒരു നല്ല വാർത്ത. അത് യേശുവിന്റെ വാർത്തയാണ്. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും അറിയാം, യേശു മരിച്ചത് ക്രൂശിലാണ്. ഈ ക്രൂശിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇത് 2 തടിക്കഷ്ണമാണ്. 2 തടിക്കഷ്ണത്തെ ഒരുമിച്ച് ചേർത്താണ് ഒരു ക്രൂശ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. അതിന് നമുക്ക് കാണുവാനായി കഴിയുന്നത് 2 തടിക്കഷ്ണം, 2 മൂലകൾ അതിനുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അതിൽ മുകൾ ഭാഗത്ത് ഹല്ലേലൂയ നോർത്ത്, താഴ്ഭാഗത്ത് സൗത്ത്, അതിന്റെ വലതുവശത്ത് വെസ്റ്റ്, ഇടതുവശത്ത് ഈസ്റ്റ്. നമ്മൾ അങ്ങനെ വായിക്കുമ്പോൾ NEWS എന്ന് പറഞ്ഞ ന്യൂസ്, ഈ ന്യൂസിന്റെ നടുക്ക് കിടക്കുന്ന യേശു അതൊരു ഗുഡാണ്. അല്ലെ, അങ്ങനെയെങ്കിലും ഗുഡ് ന്യൂസ് ആണ് യേശു. ഹല്ലേലൂയ. ക്രൂശിലൂടെ യേശു വിളിച്ചു പറയുന്നത് ഞാൻ ഒരു നല്ല ന്യൂസ് ആണ്. ഹല്ലേലൂയ. ഹൃദയം തകർന്നിരിക്കുന്നവർക്ക്, മനസ്സ് തകർന്നിരിക്കുന്നവർക്ക് നല്ല ഒരു വാർത്ത നൽകുവാനാണ് ഞാൻ ഈ മരണക്കുരിശ്, ഹല്ലേലൂയ, ഞാൻ ഈ ക്രൂശ് നിങ്ങൾക്ക് വേണ്ടി കിടക്കുന്നതെന്ന് ഞാൻ പറയട്ടെ. ആരുടെയെങ്കിലും മരണം നമുക്ക് സന്തോഷമാണോ? ആരുടെയെങ്കിലും മരണം കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. നമുക്കറിയാം, നമ്മുടെ പിതാവോ മാതാവോ അല്ലെങ്കിൽ നമ്മുടെ ഉറ്റവരോ ഉടയവരോ ആരെങ്കിലും നഷ്ടപ്പെടുന്നു എന്നുള്ള വാർത്ത നമ്മൾ ആരും കേൾക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ മരണ വാർത്ത കേട്ടതിലും ഇന്ന് മരണ വാർത്തയെക്കുറിച്ച് പ്രസിദ്ധമാക്കി കൊണ്ടിരിക്കുന്ന ഒരുവന്റെ മരണ വാർത്ത മാത്രമേ ഉള്ളൂ. അത് നസ്രയനായ യേശുവിന്റെ വാർത്തയാണ്. ഹല്ലേലൂയ. കാരണം കർത്താവിന്റെ ക്രൂശ് മരണത്തിലൂടെ മാനവരാശിക്ക് രക്ഷയാണ് ലഭിച്ചത്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ അനേക മഹാത്മാർ കടന്നു വരുവാനിടയായി. ഒത്തിരി ആദർശങ്ങൾ പറഞ്ഞവരുണ്ട്. അവരുടേതായ നല്ല നല്ല വാക്കുകളും ആദർശങ്ങളും ആശയങ്ങളും ഉണ്ട്. അത് ഇന്നും പലപ്പോഴും പലരും അത് നമ്മൾ അനുസരിക്കുന്നു. പക്ഷേ ഞാൻ പറയട്ടെ, അവരുടെ എല്ലാവരുടെയും കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ, ഉലക മഹാത്മാർ അഖിലര് ഉറങ്ങുമ്പോ ഒരുവൻ മാത്രം, ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ പാതാളമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന മരണത്തെ പാതാളത്തെ വെല്ലുവിളിച്ചുകൊണ്ട് റോമ ഗവൺമെന്റിന് ഇമ്പീരിയ മുദ്ര തീർത്തുകൊണ്ട് യേശു ഇന്ന് നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ദൈവമത്രേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതാണ് സുവിശേഷം. ദൈവമക്കളെ, നല്ല വിശേഷം. ഹല്ലേലൂയ. സകല കല്ലറകളും അടഞ്ഞു കിടക്കുമ്പോൾ ഒരുവന്റെ കല്ലറ മാത്രം തുറക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മരണത്തിനും യേശുവിനെ അടക്കി വയ്ക്കുവാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. യേശു ലോകത്തിൽ വന്നപ്പോ അനേക പരീശന്മാര്, ശാസ്ത്രിമാര് യേശുവിന് വിരോധമായി പലതരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് യേശുവിനെ പലപ്പോഴും പീഡിപ്പിക്കുകയോ യേശുവിനെ പലപ്പോഴും വേദനിപ്പിക്കുകയും ചെയ്തു. എന്നാൽ അവർ വിചാരിച്ചു മരണത്തോടുകൂടി യേശുവിന്റെ കാര്യം അവസാനിച്ചത്. ഇല്ല. യേശു മരണത്തോടുകൂടി ഒതുങ്ങിപ്പോയില്ല. ഹല്ലേലൂയ. മരണത്തിന് ശേഷം 3-ാം ദിവസം താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേൽക്കുവാനിടയായി. നമുക്കറിയാമോ, ആരുടെയെങ്കിലും മരണം മുമ്പ് കൂട്ടി അവർ പ്രവചിച്ചിട്ടുണ്ടോ? ഇത്രാമത്തെ ദിവസം ഞാൻ മരിക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇന്ന കാരണത്താൽ മരിക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ യേശു മുമ്പേ പറഞ്ഞു, മൂന്നാം ദിവസം ഞാൻ മരിക്കും, 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് യേശു മുൻപ് കൂട്ടി പറയുവാൻ തക്കവൻ എവിടെയായി? കാരണം അവൻ ലോകത്തിലേക്ക് വന്നപ്പോഴേ അവൻ അറിയാൻ, ഞാൻ മരിക്കും. ആർക്കു വേണ്ടി? സകല മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി യേശു മരിച്ചു. ഹല്ലേലൂയ. ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ വിടുതലിന് വേണ്ടി യേശു മരിച്ചു എന്ന് നമുക്ക് കാണുവാനായി കഴിയുന്നു. ഹല്ലേലൂയ. യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്തു. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നത് എങ്ങനെ? ആരെല്ലാം യേശുവിൽ വിശ്വസിച്ചോ അവരുടെ മേൽ ദൈവ പ്രവൃത്തി വെളിപ്പെടുവാനിടയായി. അപ്പോൾ വിടുതൽ വേണമെങ്കിൽ ആ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കണം. ഹല്ലേലൂയ.
കാരാഗ്രഹ പ്രമാണിയും കുടുംബമോ അപ്പോസ്തല പ്രവൃത്തി 16:31 പറയുന്നു, അവർ ഇങ്ങനെ കാരാഗ്രഹ പ്രമാണി മരിക്കുവാനാ വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചപ്പോ പൗലോസ് അവിടെ നിന്ന് വിളിച്ചു പറയുകയാ, നിനക്ക് അങ്ങനെ ചെയ്യരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെയുണ്ട്. അപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം, രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഉടനെ പൗലോസ് വിളിച്ചു പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്ക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ ഇന്ന് രാത്രികാല ഈ ശ്രവണ സീമയ്ക്കുള്ളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തോട്, ദേശനിവാസികളോട് ഞാൻ വിളിച്ചു പറയട്ടെ, ഒരു രക്ഷയ്ക്ക് വേണ്ടി നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം ദൈവമേ എന്ന് നീ ചോദിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രികാലം ഞാൻ വിളിച്ചു പറയുന്നു, കർത്താവ് യേശുവിൽ വിശ്വസിക്ക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കാരണം രക്ഷ എന്ന് പറയുന്നത് ശിക്ഷയിൽ നിന്ന് വിടുതലാണ്. ഹല്ലേലൂയ. നീതിമാനായ ദൈവത്തിന് മാത്രമേ ഒരുവനെ രക്ഷിപ്പാൻ കഴിയുകയുള്ളൂ എന്ന് വിശുദ്ധ തിരുവഴുത്തിലൂടെ നമുക്ക് കാണുവാനായി കഴിയുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മളെല്ലാവരും KSRTC ബസ്സിൽ യാത്ര ചെയ്യാറുണ്ട്. പലപ്പോഴും നമ്മൾ ദീർഘദൂര യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബസ്സിൽ കയറുമ്പോൾ തന്നെ ചിലപ്പോൾ ക്ഷീണം കൊണ്ട് ഒരുപക്ഷെ ഉറങ്ങിപ്പോകുക. നമുക്കൊരു വിശ്വാസമുണ്ട്, ഈ ബസ് ഓടിക്കുന്ന ഡ്രൈവർ നമ്മളുമായിട്ട് ഒരു ബന്ധവും കാണത്തില്ല. പക്ഷെ നമുക്കൊരു വിശ്വാസമുണ്ട്, കൃത്യമായ സ്ഥലത്ത് അദ്ദേഹം ഞങ്ങളെ കൊണ്ട് എത്തിക്കും. കാരണം ഒരു എക്സ്പെർട്ട് ഡ്രൈവർ മാത്രമേ KSRTC ബസ് ഓടിക്കാൻ വരത്തുള്ളൂ എന്ന് അദ്ദേഹത്തെ നമുക്കറിയില്ല എങ്കിൽ ആ മനുഷ്യന് നമ്മൾ കൊടുത്തതായ ഒരു വിശ്വാസം, നമ്മുടെ വിശ്വാസം പോലെ തന്നെ സമയം കഴിയുമ്പോൾ ആ കൃത്യസ്ഥലത്ത് അദ്ദേഹം കൊണ്ട് എത്തിപ്പാൻ തക്കവണ്ണം ഇടയാകും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, നമ്മുടെ ഉള്ളിലുള്ള ആഴമേറിയ വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൽ വിടുതൽ വിളിച്ചു വരുത്തുന്നത്. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ രക്തസ്രാവ സ്ത്രീയെ കുറിച്ച് നമുക്ക് കാണാനായി കഴിയുന്നു. അവളെ യേശു സൗഖ്യമാക്കി. നമ്മളവിടെ വായിക്കുമ്പോൾ 12 സംവത്സരമായ രക്തസ്രാവമുള്ള ഒരു സഹോദരി, ഏറെ വൈദ്യന്മാരെ ചികിത്സിച്ചിട്ടും ഒട്ടും ഭേദം വരാത്ത ഒരു വ്യക്തി. നമുക്കറിയാമല്ലോ, ഒരു ശരീരത്തിൽ, ഒരു സ്ത്രീയുടെ ശരീരത്തിൽ അനുഭവിക്കുന്ന ആ ഒരു രോഗാവസ്ഥ 1-2 വർഷമല്ല, നീണ്ട 12 വർഷക്കാലം അവൾ അനുഭവിച്ചതായ വേദന. നമുക്കറിയാം, ചില രോഗങ്ങൾ കടന്നു വരുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, താലൂക്ക് ഹോസ്പിറ്റലിൽ പോകുക. അവിടെ നിന്ന് നല്ല ട്രീറ്റ്മെന്റ് കിട്ടിയില്ല, അല്ലെങ്കിൽ ആ രോഗത്തിന് ഭേദം വന്നില്ല എങ്കിൽ നമ്മൾ അവിടെ നിന്ന് ജില്ലാ ഹോസ്പിറ്റലിലേക്ക് പോവുക. അവിടെ നിന്ന് ഭേദം വന്നില്ല എങ്കിൽ രോഗം എന്താണെന്ന് മനസ്സിലാക്കി അതിന്റെ എന്ത് ചെയ്യുക, സ്പെഷ്യാലിസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് നമ്മൾ പോകുവാനിടയാകുക. ഇവിടെ ഈ സ്ത്രീയെ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ വ്യക്തമായി പറയുന്നു, ഏറെ വൈദ്യന്മാരാൽ ചികിത്സിച്ചിട്ടും. അപ്പോൾ ഒരു വൈദ്യനോ 2 വൈദ്യനോ അല്ല അവളെ നോക്കിയത്, ഒത്തിരി വൈദ്യന്മാർ മാറി മാറി ചികിത്സിച്ചിട്ടും ഒട്ടും ഭേദം വരാത്ത ഒരു സ്ത്രീ. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സൗന്ദര്യം നഷ്ടപ്പെട്ടു, അവരുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു, അവരുടെ കുടുംബത്തിന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ട, ഉറ്റവർ ഉടയവർ എല്ലാം തള്ളിക്കളഞ്ഞു, വല്ലാത്ത വേദനയിലായി. ഹല്ലേലൂയ. നമുക്കറിയാം, നീണ്ട 12 വർഷം ഒരു വ്യക്തിയെ ട്രീറ്റ്മെന്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ കുടുംബത്തിലുള്ളവരൊക്കെ പലപ്പോഴും മടുത്തു പോകുക. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ സ്ത്രീയുടെ അനുഭവം അങ്ങനെയായിരുന്നു. അവസാനം എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ഒന്ന് മനസ്സിലാക്കി, ഈ യേശുവിന്റെ അടുത്ത് പോയ, യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലൊന്ന് തൊട്ട എന്റെ രക്തസ്രാവം നിൽക്കോ, എനിക്ക് സൗഖ്യം വരുമെന്ന് അവൾ മനസ്സിലാക്കിയിട്ട്, നമുക്കറിയാം, യേശു എവിടെ പോകുമോ വലിയ പുരുഷാരം അവന്റെ പിന്നാലെ കൂടിയിരുന്നു. അപ്രകാരം ഈ സ്ത്രീ ആഗ്രഹിച്ച സമയത്ത് അവൾ നോക്കുമ്പോൾ ഒത്തിരി പുരുഷാരം യേശുവിന്റെ പിന്നാലെ പോകുകയാ. അതിന്റെ ഇടയിലൂടെ അവൾ എന്ത് ചെയ്തു, വേച്ച് ഒന്ന് നേരെ എഴുന്നേറ്റൊന്ന് നടക്കുവാൻ അവൾക്ക് കഴിയുകയില്ല. അവളുടെ ശരീരം അതിനനുവദിക്കുന്നില്ല. അത്രത്തോളം വേദന സഹിച്ച് അവൾ ആ ജനക്കൂട്ടത്തിന്റെ ഇടയിലൂടെ വളരെ കഷ്ടപ്പെട്ട് യേശു കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെന്ന് തൊടുവാൻ തക്കവണ്ണം ഇടയായി. ആ തൊട്ട മാത്രയിൽ തന്നെ ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു. ഹല്ലേലൂയ. രക്തസ്രാവം നിന്നു എന്ന് അവൾക്ക് മനസ്സിലായി. ആ നിമിഷത്തിൽ തന്നെ തന്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് യേശുവിന് മനസ്സിലായതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെ ഹല്ലേലൂയ, അഭിഷേകം വഹിച്ചുകൊണ്ട് പോയിരുന്ന യേശുവിന്റെ ശരീരത്തിൽ നിന്ന് അഭിഷേകം സ്പ്രെഡായി എന്ന്, തന്റെ ശരീരത്തിൽ നിന്ന് ഒരു വിടുതൽ വ്യാപരിച്ചു എന്ന് യേശു മനസ്സിലാക്കിയിട്ട് അപ്പോൾ തന്നെ യേശു ചോദിച്ചു, എന്നെ തൊട്ടത് ആർ? ഹല്ലേലൂയ. അപ്പോൾ തന്റെ ശിഷ്യന്മാർ പറയുകയാ, ഗുരു
എന്തിനാ അങ്ങ് അങ്ങനെ ചോദിക്കുന്നത്? ഇത്രയും ജനക്കൂട്ടം നമ്മുടെ കൂടെ ഉണ്ടല്ലോ, ഇതിന്റെ ഇടയിൽ എല്ലാവരും നമ്മളെ തിക്കി തിരക്കാറില്ലേ? അങ്ങനെ ആരെങ്കിലും നിന്നെ തട്ടിയതായിരിക്കാം, നീ എന്താ അങ്ങനെ ചോദിക്കുന്നത്? യേശു പറഞ്ഞു, ഇല്ല, ആരോ എന്നെ ആവശ്യഭാരത്തോടെ തൊട്ടു, അത് ആരാണെന്ന് എനിക്ക് കാണണം. ഹല്ലേലൂയ. യേശു പറഞ്ഞു, എന്നെ ആവശ്യഭാരത്തോടെ തൊട്ടത് ആരെന്ന് എനിക്ക് കാണണം. ഇന്ന് രാത്രികാലം ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ആവശ്യഭാരത്തോടെ കർത്താവിന് ഇന്ന് രാത്രി നിങ്ങൾക്ക് തൊടുവാൻ കഴിയുമോ? കർത്താവ് നിങ്ങളെ വിടുവിപ്പാൻ തക്കവണ്ണം ഇടയാകുക. നിങ്ങളുടെ ഹൃദയത്തിന്റെ വാഞ്ചയനുസരിച്ച, നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഗ്രഹം അനുസരിച്ച കർത്താവ് നിങ്ങളെ വിടുവിക്കുന്ന. ഹല്ലേലൂയ. യേശുവിനെ തൊടണമെന്നും അവൾ പറഞ്ഞില്ല. വസ്ത്രത്തിന് തൊങ്ങലെങ്കിലും തൊട്ടാൽ മതി. അത്രത്തോളം ആഴമേറിയൊരു വിശ്വാസം അവളുടെ ഉള്ളിൽ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നിങ്ങളോട് പറയട്ടെ, ആഴമേറിയൊരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. വിശ്വാസമാണ് വിടുതലുകളെ വിളിച്ചു വരുത്തുന്നത്. വിശ്വാസമാണ് അനുഗ്രഹങ്ങളെ വിളിച്ചു വരുത്തുന്നത്. ഹല്ലേലൂയ. അതേ മർക്കോസിന്റെ സുവിശേഷം വീണ്ടും 5-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ മറ്റൊരു സംഭവം നമുക്ക് കാണാനായി കഴിയുന്നു. ഗദര ദേശത്തെ ഭൂതഗ്രസ്തൻ വിടുവിക്കപ്പെടുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, അവിടെ നമ്മൾ വായിക്കുമ്പോൾ സമയത്തിന്റെ ചുരുക്കം കൊണ്ട് ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. അവിടെ നമ്മൾ നോക്കുമ്പോൾ അശുദ്ധാത്മാവ് ബാധിച്ചതായ ഒരു മനുഷ്യൻ യേശു കർത്താവിനെ കാണുമ്പോൾ തന്നെ നിലവിളിച്ച് ഇപ്രകാരം ചോദിക്കുകയാണ്, യേശുവേ, ദാവീദ് പുത്ര, എന്നെ ദണ്ഡിപ്പിക്കുവാൻ വന്നോ എന്ന് അങ്ങോട്ട് നിലവിളിക്കുകയാണ്. അവന് മനസ്സിലായി, ഈ വരുന്ന വ്യക്തി എന്ന് പറയുന്നത് സാധാരണ ഒരു വ്യക്തിയല്ല. ഹല്ലേലൂയ. എന്റെ പേരുള്ള ഭൂതത്തെ, അല്ലെങ്കിൽ ഈ ലഗ്യോൻ ബാധിച്ച ഭൂതഗ്രസ്തന് മനസ്സിലായി, ഈ ഭൂതത്തിന് മനസ്സിലായി, എന്നെ പുറത്താക്കുവാൻ വന്ന ഒരു ശക്തിയാണ് ഈ ശക്തി എന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ ഗദര ദേശത്തെ ഭൂതഗ്രസ്തന്റെ മേൽ ഒരു വിടുതൽ സംഭവിപ്പാൻ തക്കവണ്ണം ഇടയായി. അവിടെ നമ്മൾ വായിക്കുമ്പോൾ കാണാനായി കഴിയുന്നു, അവന് സുബോധം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. സുബോധമില്ല. അവനെ എന്ത് ചെയ്തു? ചങ്ങല കൊണ്ട് ബന്ധിക്കുമായിരുന്നു. കാരണം അവൻ എന്ത് ചെയ്യുമെന്ന് അറിയാവോ? വലിയ വലിയ കല്ലുകൾ എടുത്ത് ദേശത്ത് തന്റെ ദേഹത്ത് തന്നെ താൻ എന്ത് ചെയ്തു? സ്വന്തമായി ഉപദ്രവിച്ച് ദേഹത്തിലൂടെ രക്തം ഒലിപ്പിച്ച്, അല്ലെങ്കിൽ വല്ലാത്ത വികൃത ഭാവത്തെ നടന്ന ഒരു മനുഷ്യൻ ആരെ കണ്ടാലും ഉപദ്രവിക്കും. ഏത് മനുഷ്യൻ വന്നാലും കല്ലെടുത്തെറിയോ, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന അക്രമവാസനയുള്ള ഒരു മനുഷ്യനായിരുന്നു ലഗ്യോൻ ബാധിച്ച ഭൂതഗ്രസ്തൻ. അവന് സുബോധം നഷ്ടപ്പെട്ടു പോയി. എന്നാൽ യേശുവിന്റെ അടുക്കലേക്ക് വന്നപ്പോ അവൻ സുബോധം ലഭിച്ചതായിട്ട് നമുക്ക് കാണുവാനായി കഴിയുന്നു. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ പ്രിയ ദൈവമക്കളെ, മനുഷ്യൻ സ്നേഹമുള്ളവനാണ്. ഈ ലോകത്ത് ദൈവം സൃഷ്ടിച്ച സകല മനുഷ്യനും സ്നേഹമുള്ളവരാണ്. പക്ഷേ ഈ മനുഷ്യനെ ഒരു മൃഗപ്രായന് തുല്യമാക്കുന്ന ഒരു ശക്തിയുണ്ടെന്ന് നമുക്ക് കാണാനായി കഴിയുന്നു. ഈ വ്യക്തിയിലൂടെ, ഈ ലഗ്യോൻ ബാധിച്ച ഭൂതഗ്രസ്തന്റെ അനുഭവത്തിലൂടെ നമുക്കത് തിരിച്ചറിയുവാൻ കഴിയുക. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 49:20 പറയുന്നു, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായ അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. ഇന്ന് നമ്മൾ ലോകത്തിലേക്ക് നോക്കൂ, മനുഷ്യൻ മൃഗങ്ങൾക്ക് തുല്യനായി മാറിക്കൊണ്ടിരിക്കുന്നു. സഹോദരന് സഹോദരിയെ തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. അമ്മയപ്പന്മാർക്ക് മക്കളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. മക്കൾക്ക് അമ്മയപ്പന്മാരെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. ഒത്ത് കളിച്ചു വളർന്ന അയൽവാസികളായ കൂട്ടുകാരെ തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. അങ്ങനെ മനുഷ്യൻ ഇന്ന് മനുഷ്യനെ തിരിച്ചറിയാതെ ഒരു മൃഗപ്രായനായി തീർന്നുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? മനുഷ്യനെ നശിപ്പിക്കുന്നതായ മദ്യവും മയക്കുമരുന്നും ലഹരിയോ ഇന്ന് മനുഷ്യനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയുന്നു. ഹല്ലേലൂയ. അതേ മദ്യവും മയക്കുമരുന്ന് ലഹരികളോ മനുഷ്യനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. 1956 ആണ് എന്തെങ്കിലും ഒരു ആസക്തി ഒരു രോഗാവസ്ഥയാണെന്ന് കണ്ടുപിടിക്കപ്പെട്ടതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. 1300 മുതൽ 1800 വരെ ക്രാനിയൽ കപ്പാസിറ്റി ഉള്ള ഒരു തലച്ചോറാണ് ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തലച്ചോറ് ദൈവം മനുഷ്യന് കൊടുത്തു. സങ്കീർത്തന പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, അതിശയവും ഭയങ്കരവുമായി അങ്ങനെ സൃഷ്ടിച്ചിരിക്കയാൽ. അപ്പോൾ ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിച്ചത് അതിശയവും ഭയങ്കരവുമായി. നമ്മുടെ കണ്ണ് നമ്മൾ നോക്കുമ്പോൾ ഈ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നു ഒത്തിരി കുഞ്ഞു കുഞ്ഞു റോഡ് കോശങ്ങൾ, പലതരത്തിലുള്ള കോശങ്ങൾ നമ്മുടെ കണ്ണിനകത്തുള്ളത് കൊണ്ടാണ് നമുക്ക് കാണുവാനായി കഴിയുന്നത്.
നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങള് പറഞ്ഞു നിൽക്കുവാൻ സമയമില്ല. ഞാൻ പറയട്ടെ, വളരെ അതിശയവും ഭയങ്കരമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുമ്പോ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? മദ്യവും മയക്കുമരുന്ന് ലഹരി ഉപയോഗിച്ച തന്റെ ശരീരത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാനായി കഴിയുന്നു. ഇങ്ങനെ നല്ല സുതാര്യമായ തലച്ചോറ് നമുക്കുള്ളപ്പോ അതിനെ നമ്മൾ വെറുതെ ഇല്ലാതാക്കി കളയരുത്. ഹല്ലേലൂയ. നമുക്കറിയാം, മദ്യം കഴിക്കുന്ന ഒരാളിന്റെ കരൾ ചുരുങ്ങുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ തലച്ചോറും ചുരുങ്ങുന്നു, ബ്രെയിന് ചുരുങ്ങുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പക്ഷേ പാപം മദ്യപിക്കുന്ന ഈ മനുഷ്യർ അത് അറിയുന്നുണ്ടോ? ഇല്ല. അവർ ഒരിക്കൽ അത് രുചിച്ചു നോക്കിയാൽ വീണ്ടും വീണ്ടും അത് ചെയ്യുവാൻ ഒരു ടെൻഡൻസി അവരുടെ തലച്ചോറിൽ നിന്ന് അവർക്ക് ലഭിക്കാൻ തക്കവണ്ണം ഇടയാകുക. 1 ഗ്രാം അരിയില് 4 കലോറി ഊർജം ശരീരം നിർമ്മിക്കുന്നത് പോലെ 1 ഗ്രാം ആൽക്കഹോളില് 7 കലോറി ഊർജം ശരീരം നിർമ്മിക്കുകയാണ്. എന്തിനെന്നറിയാം? നമുക്കറിയാം, അരി ആഹാരം അധികമായി കഴിച്ചാൽ ഷുഗറും കൊളസ്ട്രോൾ പോലുള്ള രോഗങ്ങൾ മനുഷ്യ ശരീരത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ ആൽക്കഹോൾ അധികമായി നമ്മുടെ മനുഷ്യ ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ കരളിനെയും ബ്രെയിനിനെയും അത് സാരമായി ബാധിക്കുകയോ അത് ചുരുങ്ങി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. കരൾ സംബന്ധിച്ച, തലച്ചോറ് സംബന്ധിച്ച പല രോഗങ്ങളും ഉണ്ടാകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. മദ്യം കുടിച്ച് 30 സെക്കൻഡിനുള്ളിൽ അത് ആൽക്കഹോള് നെർവിലെത്തുമെന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അതെന്ത് ചെയ്യുന്നു? തലച്ചോറിലൂടെയുള്ള ആശയവിനിമയത്തെ ആദ്യം ബാധിപ്പാൻ തക്കവണ്ണം ഇടയാൽ. നമുക്കറിയാം, മദ്യപിച്ച് കഴിഞ്ഞ ഒരു വ്യക്തിയോട് എന്തെങ്കിലും നമ്മൾ ചോദിച്ചാൽ അവർക്ക് കറക്റ്റായിട്ട് ഉത്തരം പറയുവാൻ കഴിയുകയില്ല. കാരണം അവരുടെ കുറ്റമല്ല, ഇത് തലച്ചോറിൽ എത്തിക്കഴിയുമ്പോൾ തന്നെ അവരുടെ ആശയവിനിമയത്തെയാണ് അത് ആദ്യമായി ബാധിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നിയന്ത്രിച്ച് നിർത്തിയിരിക്കുന്ന പല ചിന്തകളും അനിയന്ത്രിതമായി മാറുന്നു. ഹല്ലേലൂയ. നിയന്ത്രിച്ച് നിൽക്കുവാൻ ഒരു കപ്പാസിറ്റി തലച്ചോറിന് ദൈവം തന്നിട്ടുണ്ട്. പക്ഷേ ആൽക്കഹോൾ അധികമായി കടത്തിവിടുമ്പോ അത് നമ്മുടെ തലച്ചോറിന്റെ നിയന്ത്രണ ശേഷി നഷ്ടപ്പെട്ട അത് അനിയന്ത്രിതമായി തീരുന്നു എന്ന് കാണാൻ കഴിയുന്നു. മദ്യം നെർവസിനെ ബാധിക്കുന്നതിനാൽ ഓർമ്മശക്തി, വിവേചന ശക്തി ഇല്ലാതാകുന്നു. അതുകൊണ്ടാണ് മദ്യലഹരിയില് ഒരാൾ ചെയ്ത ഒരു അക്രമ പ്രവൃത്തിയോ പിന്നത്തേതിൽ അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് അത് പൂർണ്ണമായി പറഞ്ഞു തരാൻ പറ്റത്തില്ല. കാരണം മദ്യം കഴിച്ചു കഴിയുമ്പോൾ അവരുടെ വിവേചന ശക്തി നഷ്ടപ്പെടുകയാ, അവരുടെ ഓർമ്മ ശക്തി നഷ്ടപ്പെടുകയാ. പ്രിയ ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ഇന്ന് നമ്മൾ ലോകത്തിൽ നോക്കുമ്പോൾ അനേക തലമുറകൾ പോലും മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കോ പാപപ്രവൃത്തികൾക്ക് അടിമപ്പെട്ട് ജീവിച്ച് അവരുടെ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാ. പലതരത്തിലുള്ള മാരക രോഗങ്ങൾക്ക് മനുഷ്യൻ ഇന്ന് അടിമയായിക്കൊണ്ടിരിക്കുകയാ. ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ ഇഞ്ചിഞ്ചായി ശരീരത്തിന് വേദനകൾ വരുത്തി ഒരു മനുഷ്യന്റെ ശരീരത്തെ കൊന്നുകൊണ്ടിരിക്കുകയാ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ സംസാരിച്ച ഒരു വിഷയമാ ഞാൻ പറയട്ടെ, അറ്റാക്ക് പോലുള്ള രോഗങ്ങൾ പെട്ടെന്ന് സംഭവിക്കുന്നു. അത് പെട്ടെന്ന് ആ വ്യക്തിയെ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്നു. എന്നാൽ ക്യാൻസർ വ്യാധികൾ ശരീരത്തിൽ അതിൻ്റെ അണുക്കൾ, അതിൻ്റെ വൈറസുകൾ കയറി കഴിഞ്ഞാൽ ഇഞ്ചിഞ്ചായിട്ടാണ്, വളരെയധികം ഇഞ്ചിഞ്ചായി വേദന അനുഭവിച്ചാണ് ആ വ്യക്തി ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്നത്. ഹല്ലേലൂയ. ഇങ്ങനെ മദ്യവും മയക്കുമരുന്ന് ലഹരി ഉപയോഗിക്കുന്ന അനേകം മക്കളുടെ ജീവിതത്തിൽ ഇതുപോലുള്ള മാരക രോഗങ്ങൾ കടന്നു വന്ന അനേകർ ലോകത്ത് നിന്ന് മാറ്റപ്പെടും. ഞാൻ പറയട്ടെ, നമ്മുടെ കേരളത്തിലും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലൊക്കെ അനേക കുഞ്ഞുങ്ങൾക്ക് ഓർഫനേജ് ഉണ്ട്, അല്ലെ? അതുപോലെ ഓൾഡ് ഏജ് ഹോമുകളുണ്ട്. അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇതുപോലുള്ള ഡ്രഗ്സ് അഡിക്ഷൻ ആയതായ കുഞ്ഞുങ്ങളെ നോക്കുവാൻ ഇതുപോലുള്ള കെയർ ഹോമുകൾ ഉണ്ടെന്ന് നമുക്ക് കാണുവാനായി കഴിയുന്നു. ഞങ്ങൾക്കറിയാമെന്നുള്ള ഒരു ദൈവദാസന് UK അതേ കെയർ ഹോമിൽ ജോലിക്കായി കടന്നുപോയി. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാ, 12, 13, 14 വയസ്സായ അനേക ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന മാനസിക അവസ്ഥ കാണുമ്പോ വല്ലാത്ത വേദന ഹൃദയത്തിൽ തോന്നാറുണ്ട്. അവർ പലപ്പോഴും ഹല്ലേലൂയ ഇതിലടിമപ്പെട്ടു പോയിട്ട് പുറത്തു വരുവാൻ കഴിയാതെ അത് കിട്ടാതെ വരുമ്പോ അവർക്കുണ്ടാകുന്ന ഒരു വല്ലാത്ത വിഭ്രാന്തിയുണ്ട്. അത് കിട്ടുവാൻ വേണ്ടി അവർ വെമ്പൽ കൊള്ളുന്ന ഒരു അനുഭവമുണ്ട്. ഞാൻ പറയട്ടെ,
ഇതൊന്ന് ആരംഭത്തിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാനുള്ള ടെൻഡൻസി അവരുടെ ബ്രെയിനിൽ നിന്ന് ഉണ്ടാകുവാനിടയാകും. അപ്പോൾ അവരിത് ഉപയോഗിക്കുവാൻ വേണ്ടി പൈസ കളക്ട് ചെയ്യുവാൻ നോക്കോ. ചിലരെന്ത് ചെയ്യും, വീട്ടിൻ്റെ അകത്ത് മാതാപിതാക്കളോട് ചോദിക്കും, കൊടുത്തില്ല എങ്കിൽ എങ്ങനെയെങ്കിലും അവരെ കൊലപ്പെടുത്തി പൈസ സ്വന്തമാക്കുവാൻ നോക്കോ. ഇങ്ങനെയുള്ള അനർത്ഥങ്ങൾ ഈ ദേശത്ത് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോ ഇന്ന് രാത്രികൾ ഇവിടെ ആയിരിക്കുന്ന അമ്മമാരോട് പിതാക്കന്മാരോട് ഞാൻ പറയട്ടെ, ഓ ഹല്ലേലൂയ, ദേശത്തിന് വേണ്ടി കരയുവാനുള്ള സമയമാണ്. യേശു കർത്താവ് ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് പറഞ്ഞ യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയൂ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ സ്കൂളിലേക്ക് എന്തിനു പറയുന്നു, നമ്മുടെ മക്കൾ പഠിക്കുന്ന നമ്മുടെ വിദ്യ സ്കൂളിൽ തന്നെ നമ്മൾ അനേക സംഭവങ്ങൾ കണ്ടും കേട്ടും നമ്മൾ നടക്കുന്നവരാ. അതൊക്കെ കണ്ട് പലപ്പോഴും നമ്മുടെ മനം നൊന്നിട്ട് ദൈവസന്നിധിയിൽ ഇരുന്ന് നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവരാ. ഞാൻ പറയട്ടെ, ദേശത്ത് നശിച്ചുകൊണ്ടിരിക്കുന്ന തലമുറകളുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഈ നാടുകൾ കരയേണ്ടത് ആവശ്യമാകുന്നു. ഹല്ലേലൂയ. അവർക്കത് ഉപദേശിച്ചു കൊടുക്കണം. ഒരു കുഞ്ഞ് പ്രാരംഭത്തിൽ അത് ചെയ്യുന്നത് കണ്ടാൽ, മോനെ നീ ഇത് ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞ് അവരെ അല്ലയോ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ അവരെ തള്ളിക്കളയുകയല്ല. ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യൻ സ്നേഹമുള്ളവനാ. ഒരിക്കലും ഒരു മനുഷ്യനോ സ്വയം ബോധത്തിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഭാര്യയെ തല്ലുന്നവരുണ്ട്, ഭാര്യയെ ഉപേക്ഷിക്കുന്നവരുണ്ട്, മക്കളെ തിരിച്ചറിയാതെ പ്രവർത്തിക്കുന്നവരുണ്ട്. ഏതെങ്കിലും ഒരു മനുഷ്യന് സുബോധത്തിൽ ഒരിക്കലെങ്കിലും അങ്ങനെ ചെയ്യുവാൻ കഴിയുമോ? ഇല്ലേ, ഇല്ല. പക്ഷെ അവന്റെ സുബോധം നഷ്ടപ്പെടുമ്പോ ഇതെന്റെ ഭാര്യയാണെന്നോ, അല്ലെങ്കിൽ ഇതെന്റെ മകളാണെന്നോ, ഇതെന്റെ അമ്മയാണെന്നോ, ഇതെന്റെ കൂടെ കളിച്ചു വളർന്ന എന്റെ കൂട്ടുകാരിയാണെന്നോ തിരിച്ചറിയുവാൻ കഴിയാതെ അനേക മക്കൾ പാപ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ ദേശത്ത് നശിച്ചുകൊണ്ടിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി ഈ നാടുകൾ നമുക്ക് കരയാമോ ദൈവമക്കളെ? ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ചിലർ ചിന്തിക്കുക സോഷ്യൽ ഡ്രിങ്കിങ്, അതായത് വല്ലപ്പോഴും കൂട്ടുകാരോടൊത്ത് കൂടുമ്പോൾ മാത്രം ഉപയോഗിക്കാതെ വലിയ തെറ്റൊന്നും അല്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഞാൻ പറയട്ടെ, അത് ഒരിക്കലായാൽ പോലും ഒരിക്കലും ആ കാര്യം തൻ്റെ തലച്ചോറിൽ അതെന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്ത് വയ്ക്കാനിടയാകുക. ആ തലച്ചോറ് അത് വീണ്ടും ചെയ്യുവാൻ വേണ്ടി ശീലിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ വേണ്ടാത്തത് ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ശീലമാക്കാതിരിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, മദ്യവും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങൾ പോലെ തന്നെയാണ് ഈ ചായക്കടിമയാകുന്നവരുണ്ട്. അവർക്ക് ആ കൃത്യസമയത്ത് കിട്ടിയില്ല എങ്കിൽ അവർക്ക് വല്ലാത്ത തലവേദന വരാറുണ്ട്. ഞാൻ പറയട്ടെ, ഒരു ആഹാര പദാർത്ഥങ്ങൾ അമിതമായി ഉപയോഗിച്ച് നമ്മൾ അതിന് അഡിക്റ്റായി മാറരുത്. അത് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകുക. ഞാൻ പറയട്ടെ, കഞ്ചാവ് എന്ന് പറയുന്നതിൻ്റെ ഇല, പൂവ്, കായ് എല്ലാം ദോഷമുള്ളതാണ്. അതിൻ്റെ എല്ലാം ലഹരിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇങ്ങനെ പലതരത്തിലുള്ളതായ ലഹരി വസ്തുക്കൾ ഞാൻ പറയട്ടെ, ഈ ലോകത്തിൽ മനുഷ്യർ ഉപയോഗിച്ച് മനുഷ്യനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാ. എന്നാൽ ഞാൻ ഇന്ന് രാത്രികാലം വിളിച്ചു പറയുന്നു, ക്രിസ്തുവായിരിക്കണം നമ്മുടെ ലഹരി. ഹല്ലേലൂയ. ഒരു ദൈവ പൈതലിന്റെ ലഹരി ക്രിസ്തുവായിരിക്കട്ടെ. ഈ ലോകത്തിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തി, ആ ലഹരി ഇല്ല എങ്കിൽ അവർക്ക് ജീവിപ്പാൻ കഴിയാത്തതുപോലെ ക്രിസ്തു ലഹരിയായ ഒരു വ്യക്തി, ക്രിസ്തു ഇല്ലാതെ എനിക്ക് ജീവിപ്പാൻ കഴിയുകയില്ല എന്ന ഒരു തീരുമാനത്തോടെ നമ്മൾ മുന്നോട്ട് ജീവിച്ച ഒരു നിത്യതയിൽ നമുക്ക് എത്തുവാൻ തക്കവണ്ണം ഇടയാകാം. ഞാൻ പറയട്ടെ, ഏത് അടിമത്തത്തിലായിരിക്കുന്നവരെയോ, ഏത് തരത്തിൽ ഇത് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെയോ രൂപാന്തരപ്പെടുത്തുവാൻ യേശുവിന് കഴിയും. ഹല്ലേലൂയ. ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. ഒരു മഴക്കാലത്ത് വളരെയധികം മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം, ഉപജീവന മാർഗങ്ങൾക്കൊന്നും പോകുവാൻ കഴിയാതെ സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന്റെ സഹോദരിക്ക് 2 മക്കളുണ്ട്. കുറച്ച് ദിവസങ്ങളായപ്പോൾ ഉണ്ടായിരുന്ന ആഹാരമൊക്കെ തീർന്നു. കുഞ്ഞുങ്ങൾ വളരെ വേദനയോടുകൂടി ഈ അങ്കിളുടെ മുഖത്ത് നോക്കി കരഞ്ഞിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് വിശക്കുന്നു. തൻ്റെ സ്വന്തം കൂടപ്പിറപ്പിന്റെ കുഞ്ഞുങ്ങളല്ലേ. ഇത് കണ്ടു വേദന തോന്നിയ ഈ മനുഷ്യൻ ഒരു കാര്യം തീരുമാനിച്ചു, എങ്ങനെയെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കണം. അദ്ദേഹം അർദ്ധരാത്രി ആയപ്പോൾ അല്പദൂരം ഒന്ന് യാത്ര ചെയ്തു. തൊട്ട് അവിടെ ഒരു ബേക്കറി ഉണ്ടായിരുന്നു. ബേക്കറിയുടെ കണ്ണാടി ചില്ലുകളെല്ലാം കൈകൊണ്ട് പൊട്ടിച്ച് തകർത്തതിന് ശേഷം അതിൻ്റെ അകത്ത് കയറി ഒരു റൊട്ടി കഷ്ണം എടുത്തുകൊണ്ട് തിരിച്ചിറങ്ങുമ്പോൾ തന്നെ ആ കടയുടമ ഓടി വന്ന് ഇദ്ദേഹത്തിൻ്റെ കൊങ്ങയ്ക്ക് പിടിച്ചിട്ട്, നീ എന്തിനിത് ചെയ്തെന്ന് ചോദിച്ചു. മറുപടി പറയുവാൻ നിൽക്കുന്നതിന് മുമ്പേ തന്നെ പോലീസ് ജീപ്പ് വന്നു ഇദ്ദേഹത്തെ തൊണ്ടിയോടുകൂടി പിടിച്ചു. ഇദ്ദേഹത്തിന് പറയാൻ കഴിയില്ല ഞാൻ അതൊന്നും ചെയ്തില്ല എന്ന്. കാരണം കയ്യിൽ
തൊണ്ടു മുതലായി തൻ്റെ കയ്യിൽ ഒരു റൊട്ടി കഷ്ണമുണ്ട്. താൻ ചെയ്തതായ തെറ്റിൻ്റെ കാരണമായി തൻ്റെ കയ്യിൽ ബ്ലഡ് ഒഴുകുന്നുണ്ട്. ഈ മനുഷ്യൻ വളരെ വേദനയോടുകൂടി പോലീസുകാരോടൊപ്പം ജീപ്പിൽ കയറി. അവർ അദ്ദേഹത്തെ 2 വർഷത്തേക്ക് 2 മാസത്തേക്ക് ആദ്യം അവർ എന്ത് ചെയ്തെന്ന് പറയുമ്പോൾ ജയിൽ ശിക്ഷയ്ക്ക് വേണ്ടി വിധിച്ചു. ഇദ്ദേഹം ജയിലിൽ കിടക്കുകയാ. ജയിലിൽ കിടന്ന് ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇദ്ദേഹത്തിന്റെ കാതുകളിൽ വീണ്ടും കേൾക്കുന്നു, അങ്ങളെ ഞങ്ങൾക്ക് വിശക്കുന്നു, അങ്ങളെ ഞങ്ങൾക്ക് വിശക്കുന്നു എന്നുള്ള ശബ്ദം കേട്ടപ്പോൾ ഇദ്ദേഹത്തിന്റെ മനസ്സിന് വല്ലാത്ത വേദന തോന്നിയിട്ടാ വീണ്ടും അർദ്ധരാത്രി സമയത്ത് ആ ജയിൽ ചാടുവാൻ വേണ്ടി അദ്ദേഹം ജയിൽ ചാടുവാൻ തുനിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പോലീസുകാർ കണ്ടു. വീണ്ടും അദ്ദേഹത്തെ ജയിലിൽ പിടിച്ചടച്ചു 2 വർഷത്തേക്ക് തടവിലാക്കി. ഈ 2 വർഷത്തിന്റെ യാത്രയിനിടയിൽ അദ്ദേഹം അവിടെ തന്നെ ജയിലിൽ തന്നെ ഒത്തിരി ജോലികളൊക്കെ ചെയ്തു ജീവിച്ചു കൊണ്ടിരുന്നു. ഒരു ദിവസം രാത്രി വീണ്ടും അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വല്ലാത്ത വേദന തോന്നി. തന്റെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ വിളിക്കുന്നു, അങ്ങളെ ഞങ്ങൾക്ക് വിശക്കുന്നു. ഈ ശബ്ദം അദ്ദേഹത്തിന്റെ ചെവിയിൽ വീണ്ടും മുഴങ്ങിക്കൊണ്ടേയിരുന്നു. ഉടനെ തന്നെ ഈ ശബ്ദത്തിന്റെ മുൻപിൽ കീഴ്പ്പെട്ടിട്ട് അദ്ദേഹം വീണ്ടും ജയിലിൽ ചാടാൻ വേണ്ടി നോക്കുമ്പോൾ പോലീസ് അധികാരികൾ വീണ്ടും കണ്ട് അദ്ദേഹത്തെ വീണ്ടും ശിക്ഷിച്ചു. അങ്ങനെ നീണ്ട 19 വർഷം ജയിലിൽ അകപ്പെട്ടു പോയി ഈ മനുഷ്യൻ. അവിടെ കിടന്നിട്ട് ഒത്തിരി സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടാക്കി ജോലിയൊക്കെ ചെയ്തോ. ഒത്തിരി സമ്പാദ്യവുമായി 19 വർഷത്തെ നീണ്ട കഠിന ശിക്ഷയ്ക്ക് ശേഷം അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാ. പുറത്തേക്ക് ഇറങ്ങി കൊണ്ടുവന്ന കാശെല്ലാം കയ്യിലുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ പോലീസ് അധികാരികൾ അദ്ദേഹത്തിന് കൊടുത്ത ഒരു മഞ്ഞ കാർഡുണ്ട്. കാരണം ഇദ്ദേഹം എവിടെ പോയാൽ ഈ മഞ്ഞ കാർഡ് കാണിച്ചാൽ മാത്രമേ ആ വ്യക്തി കടന്നു പോകുന്നിടത്ത് അവർക്ക് ഇദ്ദേഹത്തെ സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ. അതിലിങ്ങനെയാണ് എഴുതിയിരുന്നത്, 19 വർഷത്തെ തടവുകാരൻ, കൊടും കുറ്റവാളി, സൂക്ഷിക്കണം. ഇങ്ങനെയുള്ള കുറിപ്പുകളാണ് ആ മഞ്ഞ കാർഡിൽ എഴുതിയിരുന്നത്. എന്നാൽ ഈ കുറിപ്പുമായി അദ്ദേഹം റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ ആ ദേശത്തൊക്കെ ശ്രുതി പരന്നു. 19 വർഷത്തെ കഠിനമായ ഒരു തടവുകാരൻ, ഒരു വല്ലാത്ത ഒരു കൊടും കുറ്റവാളി, കുറ്റശിക്ഷ എല്ലാം തീർന്നതിന് ശേഷം ഇറങ്ങി തിരിച്ചിട്ടുണ്ട്, എല്ലാവരും സൂക്ഷിക്കണം. അങ്ങനെ ദേശമൊക്കെ ഈ വാർത്ത കേട്ടപ്പോൾ വല്ലാതെ മനസ്സ് തകർന്ന് ആരും ഇദ്ദേഹത്തെ സ്വീകരിക്കുന്നില്ല. ആര് കണ്ടാലും പെട്ടെന്ന് വാതിൽ അടച്ചു കളയുന്നു. ഒരു കടക്കാരും അദ്ദേഹത്തെ അടുപ്പിക്കുന്നില്ല. ആഹാരമില്ല. വല്ലാത്ത വേദനയിൽ ഒരു ഭവനത്തിന്റെ വാതിലുകൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ തുറക്കപ്പെടുന്നില്ല. ഈ അവസ്ഥയിൽ മനസ്സ് നൊന്നിട്ട് അദ്ദേഹം ചിന്തിച്ചു, വീണ്ടും എൻ്റെ പഴയ ജയിലിലേക്ക് ഞാൻ തിരിച്ചു പോകാം. അങ്ങനെ അദ്ദേഹം ചിന്തിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഒരു അർദ്ധരാത്രി സമയത്ത് ഒരു കുന്നിന് മുകളിലായിട്ട് ഒരു ബംഗ്ലാവ്, ഒരു അല്പം വെട്ടം കണ്ടു. ഒരു ബംഗ്ലാവ് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ രാത്രി മറ്റൊന്നും നോക്കാതെ വെളിച്ചം കണ്ടതായ ആ ഭാഗത്തേക്ക് ഈ മനുഷ്യൻ സഞ്ചരിച്ച് ചെന്നു. അവിടെ ചെല്ലുമ്പോൾ മങ്ങിയ ഒരു വെളിച്ചത്തിൽ, ഒരു മെഴുകുതിരി വെളിച്ചത്തിൽ ഒരു ഡോറ് പൂട്ടിയിട്ടില്ല, ചാരിയിട്ടേ ഉള്ളൂ. ഇദ്ദേഹം അവിടെ നിന്ന് പതിയെ തുറന്നു നോക്കുമ്പോൾ തന്നെ ഒരു മനുഷ്യൻ, നല്ല ആരോഗ്യ ദൃഢഗാത്രനായ ഒരു മനുഷ്യൻ അതിൻ്റെ അകത്തിരുന്ന് എന്തോ എഴുതിക്കൊണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞു, കയറി വരാൻ പറഞ്ഞു. ഉടനെ ഇദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി കയറി ചെന്നു. കാരണം അതുവരെയും ആരും അദ്ദേഹത്തോട് കയറി വരാൻ പറഞ്ഞിട്ടില്ല. എല്ലാ വാതിലുകളും അദ്ദേഹത്തിന് മുമ്പിൽ അടയ്ക്കപ്പെട്ടു. പക്ഷേ ആ സമയത്ത് അവിടെ തുറന്നതായ ബംഗ്ലാവ്, ആ മനുഷ്യൻ പറഞ്ഞു അകത്തേക്ക് കയറി വരുവാൻ. അദ്ദേഹത്തിന്റെ വാക്ക് കേട്ട് വളരെ സന്തോഷത്തോടെ അകത്തേക്ക് ചെല്ലുമ്പോൾ ഇദ്ദേഹം തന്റെ കയ്യിലിരുന്ന മഞ്ഞ കാർഡ് കാണിക്കുന്നതിന് മുമ്പേ തന്നെ ആ മനുഷ്യൻ ഇങ്ങോട്ട് ചോദിച്ചു, വേണ്ട, ഞാൻ പറയട്ടെ, 19 വർഷത്തെ ഒരു കുറ്റവാളി, കഠിന തടവുകാരൻ, സൂക്ഷിക്കണം. ഇതല്ലേ അതിൽ എഴുതിയിരിക്കുന്നത്. ഇതൊക്കെ മനസ്സിലാക്കി എന്ന് മനസ്സിലായപ്പോൾ വളരെ അതിശയത്തോടുകൂടി ഈ മനുഷ്യൻ അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഈ മനുഷ്യൻ ചോദിച്ചു, സഹോദര, നിനക്ക് വിശക്കുന്നുണ്ടോ? വല്ലാത്ത സന്തോഷമുണ്ടായി. കാരണം ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ആഹാരം കഴിച്ചിട്ട് എത്രയോ ദിവസങ്ങളായി. വിശപ്പ് സഹിക്കവയ്യാതെ അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മുമ്പിൽ സന്തോഷത്തോടുകൂടി അതേ എന്ന് ഉത്തരം പറഞ്ഞു. ഉടനെ തന്നെ ഈ മനുഷ്യൻ എന്ത് ചെയ്തു? തന്റെ ഡൈനിങ് ടേബിളിൽ കൊണ്ടിരുത്തിയിട്ട് ഒരു വെള്ളിത്താലത്തിൽ ഇദ്ദേഹത്തിന് ആഹാരം വെച്ചു കൊടുത്തു. വളരെ സന്തോഷത്തോടുകൂടി ഇദ്ദേഹം ആഹാരം കഴിപ്പാൻ തക്കവണ്ണം ഇടയായി. അദ്ദേഹം നോക്കുമ്പോൾ തന്റെ മുമ്പിൽ ഇരിക്കുന്ന പാത്രം വളരെ മനോഹരമാണ്, ഒരു വെള്ളിത്താലം. അതുപോലെ തന്നെ ഒരു വെള്ളി മെഴുകുതിരി കാലിലുള്ള ഒരു വെളിച്ചമാണ് തന്റെ മുൻപിൽ ഇരിക്കുന്നത്. ഇത് കണ്ട് വളരെ സന്തോഷത്തോടു കൂടി ആഹാരം കഴിച്ചു. ഉടനെ തന്നെ സൽക്കരിച്ച ആ മനുഷ്യൻ പറഞ്ഞു, എനിക്കൊരു ആവശ്യമുണ്ട്, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോകുവാൻ തക്കവണ്ണം ഇടയായി. ഉടനെ തന്നെ അദ്ദേഹം പോയി എന്ന് മനസ്സിലായപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ പഴയ ആ സ്വഭാവം ഒന്ന് വീണ്ടും തിരിച്ചു വന്നു.
അദ്ദേഹം എന്ത് ചെയ്തു? അവിടെ ഉണ്ടായിരുന്ന അലമാര തുറന്നിട്ട് ആ വെള്ളി മെഴുകുതിരി കാലുകൾ അവിടെ വേറെയും ഉണ്ടായിരുന്നു. അത് എടുത്തുകൊണ്ട് പോകുവാനായി തിരിഞ്ഞു നിൽക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അവിടേക്ക് ചില പോലീസുകാർ കടന്നു വന്നിട്ട് പറഞ്ഞു, ഇതാണ് ഞങ്ങൾ നിന്നെ പുറത്തിടാത്തത്, വീണ്ടും നീ പുറത്തിറങ്ങിയിട്ട് അതേ കുറ്റം തന്നെ നീ ചെയ്തല്ലോ എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യുവാനായി പോയപ്പോ അവിടെ ഉണ്ടായിരുന്ന ആരോഗ്യ ഗാത്രനായ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, മോനെ, ഇത് മാത്രമല്ലല്ലോ ഞാൻ നിനക്ക് തന്നത്, ആ വെള്ളിത്താനവും കൂടെ ഞാൻ നിനക്ക് തന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ പോലീസുകാർ വിചാരിച്ചു അപ്പോൾ ഇദ്ദേഹം മോഷ്ടിപ്പാൻ നോക്കിയതല്ല, ആ മനുഷ്യൻ ഇദ്ദേഹത്തിന് കൊടുത്തതാണെന്ന് മനസ്സിലായി. ആ പോലീസുകാർ അവിടെ ഇദ്ദേഹത്തെ വിട്ടിട്ട് പോകുവാൻ തക്കവണ്ണമിടയായി. പക്ഷേ താൻ ചെയ്ത തെറ്റിനാണ് രണ്ടാമത് പിടിക്കപ്പെടാൻ പോയെങ്കിലും ഈ മനുഷ്യന്റെ ഇടപെടൽ ഈ മനുഷ്യനെ വല്ലാതെ സ്വാധീനിപ്പാൻ തക്കവണ്ണമിടയായി. ആ മനുഷ്യന്റെ പേരാണ് ജിംബാജി. ഈ കുറ്റവാളിയുടെ പേരാണ് ജിംബാജി. അദ്ദേഹത്തിന്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു. അദ്ദേഹം പിന്നീട് ചിന്തിപ്പാൻ തുടങ്ങി, എന്തുകൊണ്ട് ഈ മനുഷ്യൻ എന്നെ ഇങ്ങനെ പറഞ്ഞു വിട്ടു? ഇദ്ദേഹം ചിന്തിച്ചിട്ട് ഇദ്ദേഹം ചെയ്തു പോയ തെറ്റുകളൊക്കെയോ അവിടെ ഏറ്റു പറഞ്ഞു ഉപേക്ഷിച്ചിട്ട് ഒരു പുതിയൊരു മനുഷ്യനായി മാറുവാൻ തക്കവണ്ണമിടയായി. പിന്നത്തേതിൽ നമ്മൾ നോക്കുമ്പോൾ ആ നഗരത്തിന്റെ ഒരു മേയറായി ഈ ജിംബാജി മാറിയതായി നമുക്ക് കാണാനായി കഴിയുന്നു. വളരെ പ്രശസ്ത വിക്ടർ യുഗോ എന്ന് പറയുന്ന ഫ്രഞ്ച് എഴുത്തുകാര് തന്റെ റാമറാവലെ എന്ന് പറയുന്ന പാവങ്ങൾ എന്ന് പറയുന്ന ആ നോവലിൽ എഴുതിയ ഒരു സംഭവമാണ് ഞാൻ നിങ്ങളോട് പറയുവാനിടയായത്. പ്രിയ ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ഇതുപോലെയാണ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു പലപ്പോഴും പാപം ചെയ്ത് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോയിട്ട്, മകനെ, മകളെ, നിന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ രക്തം ചിന്തിയതെന്ന് പറഞ്ഞ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച നമ്മെ വീണ്ടും ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മക്കളോട് ഞാൻ പറയട്ടെ, ആർക്കെങ്കിലും ഇതുപോലെ വിടണമെന്ന് ആഗ്രഹിച്ചിട്ടോ വിടുവാൻ കഴിയാത്ത ഏതെങ്കിലും പാപത്തിന്റെ പിടിയിൽ നിങ്ങൾ അകപ്പെട്ടു പോയെങ്കിൽ ഇന്ന് രാത്രികാലം നിങ്ങൾ എവിടെയായിരുന്നാലോ ആ നിൽക്കുന്ന നിൽപ്പിൽ, ആ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നുകൊണ്ട് യേശുവിനോട് എന്ന് പറഞ്ഞു, യേശുവേ, എന്റെ പാപത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ. ഹല്ലേലൂയ. എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കിയാട്ടെ, ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചടെ. കർത്താവേ, ഇന്ന് രാത്രികാലം കേൾക്കപ്പെട്ട വചനത്തിന് മുൻപാകെ എന്നെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കുന്ന നാഥ, കർത്താവേ, എന്റെ ജീവിതത്തിൽ ഞാൻ വിട്ടിട്ടും വിടാത്തതായി ഏതെങ്കിലും തരത്തിലുള്ള പാപങ്ങൾ ഉണ്ടെങ്കിൽ എന്റെ ജീവിതത്തിൽ നിന്ന് രാത്രികാലം ദൈവം ക്ഷമിച്ച് എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി, ഒരു ദൈവ പൈതലാക്കി എന്നെ തീർക്കണമേ. എന്റെ പാപങ്ങളെ ക്ഷമിക്കുന്ന, ഞാൻ ചെയ്ത തെറ്റിനെ കുറിച്ച് ഓ കർത്താവേ, ദൈവം എന്നെ വേദനിപ്പിക്കാതെ എന്നോട് ക്ഷമിക്കുന്ന ഒരു ദൈവം എനിക്കുള്ളത് കൊണ്ട് ഇന്ന് രാത്രികാലം ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഞാൻ പറയട്ടെ, നമ്മെ പൂർണ്ണമായി സ്നേഹിപ്പാൻ ആ കാൽവരിയിലെ സ്നേഹത്തിന് മാത്രമേ കഴിയൂ. കാൽവരിയിലെ ആ സ്നേഹമെന്ന് പറയുന്നത് അതൊരിക്കലും നമ്മൾ വർണ്ണിക്കുന്നതിനും അപ്പുറമാണ്. ഞാൻ പറഞ്ഞല്ലോ, 33 തിരുവയസ്സുള്ള ആ യൗവനത്വം തുളുമ്പുന്ന യൗവനക്കാരനായ ആ യേശു ക്രിസ്തുവിന്റെ ശരീരം നമുക്കറിയാമല്ലോ. ഒരു ഉഴവ് ചാലിനെ എങ്ങനെയാണോ കീറി മുറിക്കുന്നത്, അതുപോലെ ആ കർത്താവിന്റെ ശരീരം നമുക്ക് വേണ്ടി തകർക്കപ്പെടുവാനിടയായി. ഒന്ന് കുറയ 39 അടിപ്പിണരുകൾ ഏറ്റത് നമ്മുടെ ഓരോരുത്തരുടെ വിടുതലിന് വേണ്ടിയാണ്. യേശു രക്തം ചിന്തിയത് സ്നേഹിത എന്റെയും നിന്റെ രക്ഷയ്ക്ക് വേണ്ടി അത്രേ. നമ്മുടെ രോഗം മാറുക, നമ്മുടെ ശാപം മാറുക, നമ്മൾ അനുഭവിക്കുന്ന പ്രതികൂലങ്ങളിൽ നിന്ന് വിടുതൽ കിട്ടുക യേശു നമുക്ക് വേണ്ടി രക്തം ചിന്തിയെങ്കിൽ ഇന്ന് രാത്രികാലം വിടുതൽ ആഗ്രഹിക്കുന്നവ